നമസ്കാരം. ലോകത്തിലെ ഏറ്റവും പ്രശസ്തനായിട്ടുള്ള ഇൻവെസ്റ്ററും ബിസിനസ്സുകാരനുമായ വാരൻ ബഫറ്റ് പറഞ്ഞ ഒരു കാര്യമുണ്ട്. നിങ്ങൾ ഉറങ്ങുമ്പോഴും വരുമാനം നിങ്ങളെ തേടിയെത്തുന്നില്ലെങ്കിൽ മരണം വരെയും നിങ്ങൾ പണിയെടുക്കേണ്ടി വരുന്നു. ഇത് ഞാൻ ഏകദേശം ഒരു 2 years ബാക്കാണ് കേൾക്കുന്നത്. അതിനു മുമ്പേ ഞാൻ ഇതിനെക്കുറിച്ച് അറിഞ്ഞിട്ടുണ്ട്, പക്ഷേ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു പഠനം നടത്തിയിട്ടില്ല. കാരണം വെറുതെ തമാശയ്ക്ക് എല്ലാവരും പോലെ സിമ്പിളായിട്ട് കേട്ടു, അവിടത്തേക്ക് വിട്ടു. ഇങ്ങനെ ഒരുപാട് ആൾക്കാർ പല കോട്ടുകളും ഇറക്കുന്നുണ്ടല്ലോ. നമ്മളതിൻ്റെ പിറകെ പോകണ്ടെന്ന് വിചാരിച്ചിട്ട് ഒഴിവാക്കി. പിന്നീട് എനിക്ക് മനസ്സിലായി ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്, ഇത് പണി കിട്ടാൻ സാധ്യതയുള്ളതാണ്, അതുകൊണ്ട് ഇതിനെക്കുറിച്ച് ഒന്ന് ദീർഘവീക്ഷണം നടത്തിയിട്ട് എന്തെങ്കിലും ചെയ്യാമെന്ന് അങ്ങനെ ഒരു ഐഡിയ കണ്ടെത്തി എക്സിക്യൂട്ട് ചെയ്തു. അത്യാവശ്യം റവന്യൂ കാര്യങ്ങളൊക്കെ ഉറങ്ങുമ്പോൾ ഇപ്പോൾ കിട്ടി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും യൂട്യൂബ് ഒന്നല്ല, യൂട്യൂബ് ബ്ലോഗിങ് എന്ന പരിപാടിയൊന്നുമല്ല. അത് എന്ന് പറയുന്നത് ഡിജിറ്റൽ പ്രോഡക്റ്റ് സെല്ലിംഗ് ആണ്. അപ്പോൾ ഡിജിറ്റൽ പ്രോഡക്റ്റ് സെല്ലിങ്ങിൽ നിങ്ങൾക്കും എങ്ങനെ വരുമാനം ഉണ്ടാക്കാൻ പറ്റും, വളരെ സക്സസ്ഫുൾ ആയിട്ട് വരുമാനം ഉണ്ടാക്കാൻ പറ്റും എന്നതിനെക്കുറിച്ചാണ് ഈ ഒരു വീഡിയോയിലൂടെ വിശദമായിട്ട് ഷെയർ ചെയ്യുന്നത്. അതുകൊണ്ട് വീഡിയോ മുഴുവനായിട്ട് എല്ലാവരും കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ക്ലിക്ക് ചെയ്ത് ഞങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിലെത്തും. അവിടെ ഇതുമായി ബന്ധപ്പെട്ട നിരവധി അപ്ഡേറ്റുകൾ ഷെയർ ചെയ്യുന്നുണ്ട്. ഫ്രണ്ട്സൊക്കെ ഉണ്ട്, അവർക്കൊന്ന് അയച്ചു കൊടുക്കുക. IT സംബന്ധമായ എന്തെങ്കിലും സേവനങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യണമെങ്കിൽ info@vinishogini.com മെയിൽ അയക്കാം. 2019 ഞാൻ ഈ ഒരു വേർഡ് ഞാൻ കേൾക്കുന്നത്. അപ്പോൾ കേട്ട ഉടൻ തന്നെ എന്തെങ്കിലും കൺസെപ്റ്റ് ഉണ്ടോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ആ ഡിജിറ്റൽ പ്രോഡക്റ്റ് എന്നുള്ള കൺസെപ്റ്റ് അന്ന് തന്നെ കണ്ടെത്തി. ഒരു പേരിൽ ഞാനൊരു ഡിജിറ്റൽ പ്രോഡക്റ്റ് സെല്ലിംഗ് ഒരു വെബ്സൈറ്റ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ട് മെല്ലെ എടുത്തുകൊണ്ട് പോകുന്ന സമയത്ത് കുറേ പ്രശ്നങ്ങൾ, സൈറ്റുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, പ്രൊഡക്റ്റ് കിട്ടാത്ത പ്രശ്നമാണ് ആദ്യം വന്നത്. സൈറ്റല്ല, പ്രൊഡക്റ്റ് ആയിരുന്നു ആദ്യത്തെ പ്രശ്നം. പ്രൊഡക്റ്റ് കിട്ടാത്തതുകൊണ്ട് പിന്നെ ഞാൻ എന്ത് ചെയ്തു, അവിടെ വെച്ചിട്ട് ഞാൻ ഉപേക്ഷിച്ചു. കുറച്ച് നാൾ കൊണ്ടുപോയി, പിന്നെ ഉപേക്ഷിച്ചു. കുറച്ച് നാൾ എന്ന് പറഞ്ഞാൽ 1 മാസം അടുപ്പിച്ച് അത്രയും ഉണ്ടാവുള്ളൂ. അതായത് ഒന്നും ഒരു സെയിൽ നടന്നില്ല, ആ സാധനം അവിടെ വെച്ച് പൂട്ടി. അങ്ങനെ 2020 എത്തിയപ്പോൾ എനിക്ക് വീണ്ടും ഒരു ആഗ്രഹം, കൊള്ളാമല്ലോ എന്ന് പറഞ്ഞിട്ട് അടുത്ത ഒരു പേരിൽ ഒരു സംഭവം കൂടി സ്റ്റാർട്ട് ചെയ്തു. അന്ന് സ്റ്റാർട്ട് ചെയ്തത് ഞാൻ ബുക്കുകളൊക്കെ സെല് ചെയ്യാന്ന് വെച്ചിട്ട് ഒരു പ്രോജക്റ്റാണ്, പേര് പറയുന്നില്ല. സ്റ്റാർട്ട് ചെയ്തിട്ട് ഞാൻ എന്ത് ചെയ്തു, അതും ബുക്കൊക്കെ അല്ലേ, വലിയ സെയിൽ നടക്കുമോ? സെയിലൊന്നും നടന്നില്ല. കുറച്ച് ബുക്കുകളൊക്കെ ആഡ് ചെയ്തു, ഒരു 10-200 ബുക്കുകൾ ആഡ് ചെയ്തു. പിന്നെ അത് വെച്ചിട്ട് അതവിടെ ഡ്രോപ്പ് ചെയ്തു, അത് വിട്ടു. അങ്ങനെ 2021 എത്തി. 2021 എത്തുമ്പോൾ പുതിയൊരു സംഭവം സ്റ്റാർട്ട് ചെയ്തു. ഇപ്പോൾ 2021 ആ സംഭവം സ്റ്റാർട്ട് ചെയ്തിട്ട് അതിങ്ങനെ പോയിക്കൊണ്ട് കുറച്ച് സ്റ്റാർട്ട് ചെയ്തിട്ട് സെയിൽ, അറ്റ്ലീസ്റ്റ് കുറച്ച് സെയിലൊക്കെ വന്നിരുന്നു. എനിക്ക് തോന്നുന്നു 50ഓളം സെയിലുകളൊക്കെ കിട്ടി, കുറച്ചെണ്ണൊക്കെ സെയിൽ കിട്ടി. ഇപ്പോൾ സെയിൽ കിട്ടിയിട്ടായിട്ടും പിന്നെ കൂടുതൽ പ്രൊഡക്റ്റ് കിട്ടുന്നില്ല. അതുപോലെ തന്നെ വെബ്സൈറ്റുമായി ബന്ധപ്പെട്ടൊരു കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. മീൻസ് ഹൈ എൻഡ് ലെവലിലേക്ക് കൊണ്ടുപോകാൻ നമുക്ക് പറ്റുന്നില്ല. മാർക്കറ്റിംഗ് ചെയ്യാനുള്ള ടൈമില്ല, സമയമില്ല. അങ്ങനെ വെച്ചിട്ട് അവിടെ വെച്ച് അതും ഉപേക്ഷിച്ചു. ദെൻ 2022 എത്തിയപ്പോൾ അത് ഉപേക്ഷിച്ചു, എല്ലാം പോയി. ഇപ്പോൾ 3 പേരുകളായി, 3 പോയി. 3 സെയിം കോൺസെപ്റ്റ്. 4ാമത്തെ ഒരു കോൺസെപ്റ്റ്. 3 കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ തുടരരുത് എന്നാണ് പറയുന്നത്. പക്ഷെ ഞാൻ 4ാമത് വീണ്ടും ഒന്ന് ട്രൈ ചെയ്യാൻ വെച്ച് തുടങ്ങി. 4ാമത് തുടങ്ങിയ അതേ പേരിൽ ആ സംഭവം സ്റ്റാർട്ട് ചെയ്തു. ഇതിനകത്ത് മൾട്ടിപ്പിൾ പ്രൊഡക്റ്റുകളൊക്കെ ആഡ് ചെയ്തു. ഇത്തവണ പ്രൊഡക്റ്റുകളൊക്കെ എനിക്ക് ധാരാളമായിട്ട് കിട്ടി. അത്യാവശ്യം മാർക്കറ്റിംഗ് ഒക്കെ ചെയ്യാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. പക്ഷേ ഇത്തവണ എനിക്ക് പണിയുന്നത് സൈറ്റിനകത്ത് ഒരുപാടുള്ള പ്രശ്നങ്ങൾ, ഫ്രീക്വൻ്റ് ആയിട്ട് അറ്റാക്കുകൾ വരിക, സൈറ്റ് ഡൗൺ ആവുക, അങ്ങനെയുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകളൊക്കെ നേരിട്ടു. അപ്പോൾ അതിനെ പിടിച്ചു നിൽക്കാൻ പറ്റില്ല. അങ്ങനെ അത് സൈറ്റ് ക്ലോസ് ചെയ്തു. 6-7 മാസത്തോളം ക്ലോസ് ചെയ്തു. നമ്മൾ ഈ സൈറ്റൊക്കെ പബ്ലിഷ് ചെയ്തിട്ട് കുറേ ആൾക്കാർ കണ്ടു. അപ്പോൾ കണ്ടിട്ടാകുമ്പോൾ പ്രോഡക്റ്റ് ഒന്നും പിന്നെ കിട്ടാതെ വന്ന് ഭയങ്കര ടെൻഷൻ കാര്യങ്ങളൊക്കെ ആയി. അങ്ങനെ ടെൻഷനൊക്കെ ആയി കിട്ടായിരുന്നപ്പോൾ കുറേ ആൾക്കാർ നമ്മളോട് ദേഷ്യപ്പെടുകയൊക്കെ ചെയ്തു. കാരണം പ്രോഡക്റ്റ് ഒന്നും ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നില്ല, സൈറ്റ് ലൈവ് അല്ല, വീഡിയോ ചെയ്തിട്ട് ലൈവ് അല്ല എന്നൊക്കെ പറഞ്ഞ് കുറേ പറഞ്ഞു. അപ്പോൾ ഒരുപാട് ഇവർ പറയുന്ന ഓരോ കാര്യങ്ങൾ വെറുതെ ഇങ്ങനെ കേട്ട് നിന്നു. കൃത്യമായിട്ട് നല്ലൊരു ലിസണറായിട്ട് മിണ്ടാതെ സൈലൻ്റായിട്ട് നിന്നു. എല്ലാം കേട്ടു. എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ ഓരോരാളുടെ, ആ പ്രശ്നങ്ങൾ കൃത്യമായിട്ട് എഴുതി വെച്ചിട്ട് അടുത്ത 6 മാസം ഇതിനു വേണ്ടിയിട്ടുള്ള കൃത്യമായിട്ടുള്ള പഠനമായിരിക്കുന്നു. എൻ്റെ ലക്ഷ്യം ഒരിക്കലും ഡൗൺ ആകാൻ പാടില്ല. ഒരു 0 ഡൗൺ ടൈം. ഒരു സൈറ്റ് ഒരിക്കലും ഡൗൺ ആകാൻ പാടില്ല. എത്ര ട്രാഫിക്, 1,00,000 ആൾക്കാർ ഒരേ സമയം അറ്റാക്ക് ചെയ്താലും ഡൗൺ ആകാൻ പാടില്ല. ഹൈ എൻഡ് ആയിട്ടുള്ള സെക്യൂരിറ്റി, ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള പ്രോഡക്റ്റ് നിരന്തരം എല്ലാ ദിവസവും കൺസിസ്റ്റൻ്റ് ആയിട്ട് പ്രോഡക്റ്റ് ഒരെണ്ണമെങ്കിലും അറ്റ്ലീസ്റ്റ് അപ്ലോഡ് ചെയ്യണം. എല്ലാ ദിവസവും ഏറ്റവും ട്രെൻഡിങ് ആയിട്ടുള്ള പ്രോഡക്റ്റ് അപ്ലോഡ് ചെയ്യണം. ഒരു ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു കസ്റ്റമർ സപ്പോർട്ട് സിസ്റ്റം, ഒരു വാട്സപ്പ് നമ്പറെങ്കിലും ഇനേബിൾ ചെയ്ത് ഒരു ടീമിനെ തന്നെ സെറ്റാക്കി വെക്കണം. അതിനകത്ത് തന്നെ സപ്പോർട്ടിന് വേണ്ടിയുള്ള ഒരു സംവിധാനം റെഡിയാക്കി വെക്കണം. മാർക്കറ്റ് ചെയ്യാനുള്ള ഒരു ടൂള് റെഡിയാക്കി വെക്കണം. ഇങ്ങനെ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ട് ഞാൻ ഈ പറഞ്ഞ 2022 സ്റ്റാർട്ട് ചെയ്ത സെയിം ബ്രാൻഡ് ഇന്ന് ഞാൻ കൊണ്ടുപോയി ഈ കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുമ്പാണ് അത് ഈ പറഞ്ഞ ഒരു രീതിയിലെത്തിയത്. ഇന്ന് സത്യം പറയട്ടെ ഫ്രണ്ട്സ്, ബ്രസീൽ, പാകിസ്ഥാൻ, അതുപോലെ തന്നെ മറ്റുള്ള ഒരുപാട് രാജ്യം, ഈ പറഞ്ഞ ഗൾഫ് കൺട്രീസ്, കാനഡ, ഓസ്ട്രേലിയ, ഇങ്ങനെയുള്ള എല്ലാ
എല്ലാ രാജ്യങ്ങളിൽ നിന്നും, എന്തിനധികം ചൈനയിൽ നിന്ന് പോലും നമ്മുടെ വെബ്സൈറ്റിന് ഒരു കസ്റ്റമർ ഉണ്ട് എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ആ വെബ്സൈറ്റാണ് നിങ്ങൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന netwale.com എന്ന് പറഞ്ഞ ഈ ഒരു വെബ്സൈറ്റ്. ഒരുപാട് പ്രൊഡക്റ്റുകളാണ്. ഇന്ത്യയിലെ ഏറ്റവും ബിഗ്ഗസ്റ്റ് ആയിട്ടുള്ള, ഏറ്റവും കൂടുതൽ പ്രൊഡക്റ്റുള്ള, ഏറ്റവും നല്ല ക്വാളിറ്റിയുള്ള ഒരു വെബ്സൈറ്റ് തന്നെയാണ് netwale.com. വേറെ ഒരാൾക്കും ഇന്ത്യയിൽ ഇത്രയും നല്ല പ്രൊഫഷണലിസത്തോടുകൂടി ഒരാൾക്കും ഇതുവരെ ഡിജിറ്റൽ പ്രോഡക്റ്റ് സെല്ലിംഗ് വെബ്സൈറ്റ് തുടങ്ങാൻ പറ്റിയില്ല. അപ്പോൾ ഇതൊക്കെ ഞാൻ എൻ്റെ സ്റ്റോറി പറഞ്ഞാണ്. 2019 മുതൽ 2024 വരെയുള്ള എൻ്റെ ജേണിയിൽ നിന്ന് ഞാൻ പഠിച്ച ഒരുപാട് പാഠങ്ങൾ. ആ പാഠങ്ങളാണ് ഇന്ന് കാണുന്ന netwale എത്തിയത്. നിങ്ങൾക്ക് എന്താ ബെനിഫിറ്റ് അറിയോ? ഇനി പാഠങ്ങളൊന്നും നിങ്ങൾ പഠിക്കണ്ട. നിങ്ങൾക്ക് ഇതെല്ലാം വെരി സിമ്പിളായിട്ട് വെറും 48 മുതൽ ഒരു 72 മണിക്കൂറിനുള്ളിൽ നിങ്ങളുടെ കയ്യിൽ നിങ്ങൾക്ക് ഇതുപോലെ എന്താണ് netwale അതേപോലെ ഒരു സാധനം നിങ്ങൾക്ക് കിട്ടും. ലക്ഷങ്ങളോ കോടികളോ ഒന്നും സ്പെൻഡ് ചെയ്യണം. ഓൺലി 15K. അപ്പോൾ എങ്ങനെയാണ് സംഭവം നമുക്ക് നോക്കാം. netwale കയറിയിട്ട് ഇവിടെ എക്സ്ക്ലൂസീവ് എന്ന് പറഞ്ഞിട്ടുള്ള ബട്ടൺ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഇവിടെ ഏറ്റവും താഴോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു പാക്കേജ് കാണാൻ ഒരു സ്റ്റാർട്ട് ഡിജിറ്റൽ പ്രോഡക്റ്റ് സെല്ലിംഗ് വെബ്സൈറ്റ് വിത്ത് 100 പ്രൊഡക്ട്സ്. റെഡിമെയ്ഡ് ഡിജിറ്റൽ പ്രോഡക്റ്റ് സെല്ലിംഗ് വെബ്സൈറ്റ് ആയിരിക്കും. എന്താണോ netwale അതേപോലെ തന്നെ netwaleയുടെ മോഡ് അതേ സ്ട്രക്ചർ ആയിട്ടുള്ള കോപ്പിയൊന്നുമല്ല. നിങ്ങൾക്ക് netwaleയിൽ എങ്ങനെയുണ്ടോ അതേപോലെ ഒരുപാട് പ്രൊഡക്റ്റുകൾ, 100ഓളം പ്രൊഡക്റ്റുകൾ ഫ്രീ ആണ്. 100ഓളം പ്രൊഡക്റ്റുകൾ നമ്മൾ തന്നെ അതിനകത്ത് ലിസ്റ്റ് ചെയ്തിട്ട് ബാനറുകൾ, അതിൻ്റെ ലോഗോ, അതുപോലെ തന്നെ അതിന് വേണ്ടിയിട്ടുള്ള സെർവർ, ഡൊമൈനുകൾ എല്ലാം A to Z, ഡൊമൈൻ, സെർവർ, ദെൻ വെബ്സൈറ്റ് ഡിസൈനിങ്, 100 പ്രോഡക്റ്റുകൾ അതിനകത്ത് ലിസ്റ്റ് ചെയ്ത് പ്രൊഡക്റ്റുകളൊക്കെ ആഡ് ചെയ്തതിൻ്റെ പ്രൈസ് വിട്ടിട്ട് അതിന് അഡ്മിൻ കൺസോൾ നിങ്ങൾക്ക് അങ്ങോട്ട് തരും. എത്ര ദിവസം കൊണ്ട് നിങ്ങളുടെ പേരിൽ തന്നെ ഡൊമൈൻ, നിങ്ങളുടെ പേരിൽ തന്നെ സെർവറും എല്ലാം രജിസ്റ്റർ നിങ്ങൾക്ക് തരും. ഓൺലി 15K, 15,000 രൂപ. സോ നിങ്ങൾക്ക് റെഡിമെയ്ഡായിട്ട് ഈ സാധനം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈസി ആയിട്ട് നിങ്ങൾക്കത് മാർക്കറ്റ് ചെയ്യാൻ പറ്റും. നിങ്ങളുടെ ഭാഗത്ത് 2 കാര്യങ്ങളാണ് പിന്നീട് ചെയ്യാനുള്ളത്. ഒന്ന്, നിങ്ങൾ ഇതിനു വേണ്ടി പേയ്മെൻറ്റ് ഗേറ്റ് വേ എടുക്കണം. ഇപ്പോൾ എല്ലാ പേയ്മെൻറ്റ് ഗേറ്റ് വേസും ഇപ്പോൾ കൊടുത്തു തുടങ്ങി. കാരണം പേയ്മെൻറ്റ് ഗേറ്റ് വേ ഈ 2022 ഞാൻ നേരിട്ട മറ്റൊരു പ്രശ്നമാണ്. പേയ്മെൻറ്റ് ഗേറ്റ് വേ അഗ്രിഗേറ്റർ ലൈസൻസ് ഇല്ലായിരുന്നു. അതുകൊണ്ട് പേയ്മെൻറ്റ് ഗേറ്റ് വേ കിട്ടാത്ത അവസ്ഥ. ഇന്ന് എല്ലാ പേയ്മെൻറ്റ് ഗേറ്റ് വേക്കും അഗ്രിഗേറ്റർ ലൈസൻസ് കിട്ടി. അതുകൊണ്ട് എല്ലാവർക്കും ഈസി ആയിട്ട് ഈ പറഞ്ഞ പേയ്മെൻറ്റ് ഗേറ്റ് വേ എടുക്കാൻ പറ്റും. എന്തിനധികം GPay പോലും നമുക്ക് ഇതിനകത്ത് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഏത് പേയ്മെൻറ്റ് സിസ്റ്റം വേണമെങ്കിൽ നമുക്ക് ഇതിനകത്ത് ഇംപ്ലിമെൻറ്റ് ചെയ്യാം. പേയ്മെൻറ്റ് ഗേറ്റ് വേ ഇതിനകത്ത് സെറ്റ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ മാർക്കറ്റ് ചെയ്യാം. മാർക്കറ്റ് ചെയ്യുമ്പോൾ ഓർക്കുക, ഓരോ പ്രോബ്ലത്തിനൊരു പ്രൊഡക്റ്റ് നമ്മൾ കണ്ടുപിടിക്കണം. എന്തെങ്കിലും കേരളത്തിൽ ഇപ്പോൾ ഒരു പ്രൊഡക്റ്റ്, ഏറ്റവും കൂടുതൽ ആൾക്കാർ താമസിക്കുന്ന സംസ്ഥാനം, ആ സംസ്ഥാനത്തെ ഏറ്റവും വലിയ പ്രോബ്ലം, ആ പ്രോബ്ലത്തിനൊരു ഡിജിറ്റൽ പ്രോഡക്റ്റ്, ആ ഡിജിറ്റൽ പ്രോഡക്റ്റ് നമ്മുടെ സൈറ്റിൽ ആഡ് ചെയ്തിട്ട് ആ നാട്ടിലുള്ള ആൾക്കാർക്ക് നമ്മൾ ഷെയർ ചെയ്യണം. അപ്പോൾ ഷെയർ ചെയ്യുമ്പോൾ മാർക്കറ്റ് ചെയ്യുന്ന സമയത്ത് എല്ലാവരും നേരിടുന്ന ഒരു പ്രശ്നമാണ്, ഒരു ദിവസം വാട്സപ്പ് ബൾക്ക് സെൻറ്റർ അടിച്ച് വിട്ടേക്കാം 1,00,000 മെസ്സേജ്. ഒരിക്കലും നടക്കില്ല. ഒരു നമ്പറിൽ നിന്ന് 100 മെസ്സേജുകളൊക്കെ നമുക്ക് അയക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ആകുമ്പോൾ നമ്മളൊരു 500 ആൾക്കാർ നമ്മുടെ ഡാറ്റ എടുത്തിട്ട് ഒരു 5 നമ്പറിൽ നിന്ന് 500 പേർക്ക് നമുക്ക് മെസ്സേജ് ചെയ്യാം. 500 പേർക്ക് സ്ഥിരമായിട്ട് മെസ്സേജ് ചെയ്യാം. അതിൻ്റെ ബാനറുകളൊക്കെ എടുത്തിട്ട് നമുക്ക് ഇൻസ്റ്റയിൽ ഇട്ടിട്ട് ഒരു 100 രൂപ വെച്ചിട്ട് നമുക്ക് പ്രൊമോട്ട് ചെയ്യാം, പൈസ കൊടുത്ത് പ്രൊമോട്ട് ചെയ്യാം. ഇങ്ങനെയൊക്കെ വരുന്ന കസ്റ്റമേഴ്സിൻ്റെ ഡാറ്റ നമ്മൾ കൃത്യമായിട്ട് കീപ്പ് ചെയ്തിട്ട് ഇവർക്ക് അബാൻഡൻ കാർട്ട് ഇനേബിൾ ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം? കസ്റ്റമേഴ്സിന് ഇവർ അബാൻഡൻ കാർട്ട് ഓട്ടോമാറ്റിക്കായിട്ട് മെയിൽ വഴി അവരെ കണക്ട് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ മെയിൽ വഴി വീണ്ടും അവർക്ക് ഓഫറുകൾ കൊടുത്ത് മെസ്സേജ് ചെയ്ത് അവരെ വീണ്ടും കസ്റ്റമർ ആക്കിയിട്ട് അവരെ മാറ്റും. അതേ എക്സിസ്റ്റ് ചെയ്യുന്ന കസ്റ്റമറിനെ ഒരു കമ്മ്യൂണിറ്റിയിലേക്ക് കൊണ്ടുവന്നിട്ട് അവിടെ പുതിയ പ്രോഡക്റ്റുകൾ അപ്ഡേറ്റ് ചെയ്താൽ അവർ പിന്നീട് പർച്ചേസ് ചെയ്യും. വൺസ് നിങ്ങളുടെ പ്ലാറ്റ്ഫോം ജെന്യൂൻ ആണ്, നിങ്ങളുടെ പ്ലാറ്റ്ഫോമിലെ പ്രോഡക്റ്റ് പേയ്മെൻറ്റ് ചെയ്ത് ഉടൻ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും, അതിന് കസ്റ്റമർ സപ്പോർട്ട് കിട്ടും എന്നൊരു ക്ലയൻറ്റ് മനസ്സിലാക്കുന്ന ആ നിമിഷം അവൻ നിങ്ങളുടെ ലൈഫ് ടൈം കസ്റ്റമറായി മാറാണ്. വീണ്ടും ഒന്നുകൂടി പറയുന്നു, ഒരു കസ്റ്റമർ വന്ന് നിങ്ങളുടെ സൈറ്റിൽ നിന്ന് ഒരു പ്രൊഡക്റ്റ് വാങ്ങിച്ച് അത് പേയ്മെൻറ്റ് ചെയ്ത് ഉടൻ ഡൗൺലോഡ് ചെയ്യാൻ പറ്റിയെങ്കിൽ അവൻ അത് ഇൻസ്റ്റാൾ ചെയ്ത് എന്തെങ്കിലും സർവീസ് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങളെ കണക്ട് ചെയ്യാൻ, നിങ്ങളെ ബൈ വാട്സപ്പോ ഇമെയിൽ വഴിയോ നിങ്ങളെ കോൺടാക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ സൈറ്റ് 24/7 ലൈവായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ ആ കസ്റ്റമറിനെ സംബന്ധിച്ച് അവൻ നിങ്ങളുടെ ലൈഫ് ടൈം കസ്റ്റമറാവും. ഞങ്ങൾക്കൊരു ബ്രസീലിൽ നിന്നൊരു കസ്റ്റമർ ഉണ്ട്, നമ്മുടെ ഫ്രീക്വൻറ്റ് കസ്റ്റമറാണ്. സ്ഥിരമായിട്ട് പ്രൊഡക്റ്റുകൾ പർച്ചേസ് ചെയ്യാം. 100 100, 500 500, 1000 1000 ലോക രാജ്യങ്ങളിൽ നിന്ന് നമ്മുടെ നാട്ടിലേക്ക് നമ്മൾ കിടന്നുറങ്ങുന്ന സമയത്തും വരുമാനം എത്തിക്കുന്ന ഇത്രയും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മെത്തേഡ് വേറെയില്ല സുഹൃത്തുക്കളെ. സത്യമാണ്. നിങ്ങൾ വേണമെങ്കിൽ അന്വേഷിച്ച് നോക്കിക്കോളാം. വെരി സിമ്പിൾ. ഒന്നും ചെയ്യേണ്ട. അവർ പേയ്മെൻറ്റ് ചെയ്യുന്നു, ഇവിടുന്ന് സാധനം അവർക്ക് ഓട്ടോമാറ്റിക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. നമ്മൾ സുഖമായിട്ട് കിടന്നുറങ്ങി രാവിലെ എണീക്കുമ്പോൾ നമ്മുടെ ഫോണിലേക്ക് ഒരു മെസ്സേജ് വന്നിട്ടുണ്ട്, ഇത്ര എമൗണ്ട് ക്രെഡിറ്റഡ്. വൈകുന്നേരം ആകുമ്പോൾ വീണ്ടും വരും, ഇത്ര എമൗണ്ട് ക്രെഡിറ്റഡ്. ഈ മെസ്സേജ് കാണുന്ന നിങ്ങളെ സംബന്ധിച്ച് ഹാപ്പി ആവും. പിന്നെ അതിന് നമുക്ക് സ്കെയിലപ്പ് ചെയ്ത് മുന്നോട്ട് നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. ഇതാണ് ഡിജിറ്റൽ പ്രോഡക്റ്റ്. ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഓൺലി 15,000. എത്രയൊക്കെ ലക്ഷങ്ങൾ നിങ്ങൾ സ്പെൻഡ് ചെയ്യുന്നു, ഒരു 15,000 രൂപ സ്പെൻഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് സ്പെൻഡ് ചെയ്യാൻ സാധിക്കുമെങ്കിൽ ഒരു പുതിയ ഒരു ഓപ്പർച്യൂണിറ്റി, പുതിയൊരു ബിസിനസ് മോഡൽ നിങ്ങൾക്ക് പരീക്ഷിക്കാൻ സാധിക്കും. അപ്പോൾ
അപ്പോൾ അതാണ് ഈ പറഞ്ഞ റെഡിമെയ്ഡ് ഡിജിറ്റൽ സ്റ്റോർ വിത്ത് 100 പ്രൊഡക്ട്സ്. നിങ്ങൾക്ക് സൈറ്റിനകത്ത് കയറി നെറ്റ് വാലിൽ കയറിയിട്ട് ഡയറക്റ്റ് ഇവിടുന്ന് ആഡ് ടു കാർട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഓർഡർ ചെയ്ത് പേയ്മെൻറ്റ് ചെയ്യാം. അല്ല നിങ്ങൾക്ക് ആധികാരികമായിട്ട് ഇതിനെക്കുറിച്ചൊന്ന് പഠിക്കണം, ഇത് ചെയ്യുന്നതിന് മുമ്പ് ഒന്ന് പഠിക്കണം എന്ന് മനസ്സിൽ അങ്ങനെ ഒരു ചിന്താഗതി വന്നിട്ടുണ്ടെങ്കിൽ ഡോണ്ട് വറി, അതിന് എൻ്റെ കയ്യിൽ സൊല്യൂഷൻ ഉണ്ട്. അതിനായിട്ട് നിങ്ങൾ കയറേണ്ടത് learn.vinishrohini.com. ഇതെൻ്റെ വെബ്സൈറ്റാണ്, എൻ്റെ ലേണിംഗ് മാനേജ്മെൻറ്റ് സിസ്റ്റമാണ്. ഞാൻ എൻ്റെ കുട്ടികളെ അല്ലെങ്കിൽ എൻ്റെ വരുമാനം ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നവരെ പഠിപ്പിക്കുന്ന എൻ്റെ പ്ലാറ്റ്ഫോമാണ്. അത് കഴിഞ്ഞിട്ട് കോഴ്സ് എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്യാം. കോഴ്സ് ക്ലിക്ക് ചെയ്ത് ഇവിടെ ഡിജിറ്റൽ പ്രോഫിറ്റ് ബ്ലൂ പ്രിൻറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള എൻ്റെ അത്യാധുനിക കോഴ്സ് അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഡിജിറ്റൽ പ്രോഫിറ്റ് ബ്ലൂ പ്രിൻറ്റ് 1000 rupees പേയ്മെൻറ്റ് ചെയ്താൽ ഈ ജേണി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും, എങ്ങനെയാണ് വന്നത്. ഒരു ലാൻഡിംഗ് പേജ് പ്രിപ്പയർ ചെയ്തിട്ട് പോലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വെബ്സൈറ്റ് ഇല്ലാതെ പോലും നിങ്ങൾക്ക് വരുമാനം ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഈ കോഴ്സ് നിങ്ങൾ പർച്ചേസ് ചെയ്യാം. ഇത് പർച്ചേസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറേ ഐഡിയകൾ കിട്ടും. ഈ ഐഡിയകൾ ഉപയോഗിച്ച് നിങ്ങൾക്ക് വീണ്ടും 15,000 പർച്ചേസ് ചെയ്തിട്ട് വലിയ ഹൈ എൻഡ് പോർട്ടൽ ഡെവലപ്പ് ചെയ്ത് വലിയ രീതിയിൽ വരുമാനം ഉണ്ടാക്കും. പോട്ടെ ഒരു സെയിൽ പെർ ഡേ നമുക്ക് കിട്ടിയപ്പോൾ നമുക്കതൊരു വരുമാനമാണ്, ലൈഫ് ടൈം വരുമാനമാണ്. നമുക്ക് ആരുടെ കാല് പിടിക്കണ്ട, കൈ പിടിക്കണ്ട, വേറെ അഡീഷണൽ ആയിട്ട് എക്സ്പെൻസ് ഇല്ല. ഒരു വർഷം കഴിയുമ്പോൾ നമ്മൾ ഈ സെർവറും ഡൊമൈൻ്റെ കോസ്റ്റ് മാത്രം. എന്തെങ്കിലുമൊക്കെ കസ്റ്റമൈസേഷൻ ആവശ്യമുണ്ടെങ്കിൽ ചെറിയൊരു തുക സർവീസ് ചാർജ് തന്നു കഴിഞ്ഞാൽ നമ്മുടെ ടീം അതിന് ചെയ്തു തരാൻ റെഡിയാണ്. എനി ടൈം നിങ്ങൾക്ക് നെറ്റ് വാലിയിൽ നിന്ന് കോൺടാക്ട് ചെയ്യാനും പറ്റും. എല്ലാവർക്കും ഡിജിറ്റൽ പ്രോഡക്റ്റ് സെല്ലിങ്ങിലൂടെ നല്ല രീതിയിൽ വരുമാനം കിട്ടട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതലായിട്ടുള്ള അട്രാക്റ്റീവായിട്ട് ഓപ്പർച്യൂണിറ്റി വീഡിയോകൾക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ, നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു സോ മച്ച്.